10 കൊല്ലത്തിന് ശേഷം നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് കഴിഞ്ഞ് ഭയങ്കര ഹൈപ്പിലൊക്കെ വന്ന സാധനം വരുന്നത്. മറ്റേ 2022 എങ്ങനെയാണ് 4ാമത് ഇത് ഇറങ്ങിയത്, ഇങ്ങനെ ഹൈപ്പിലിരുന്ന് ഈ കൊല്ലം 3 പാർട്ടായിട്ട് ഇവർ ഇറക്കി. ഈ 3 പാർട്ട് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒന്ന് ക്രിസ്മസിന്, ഒന്ന് ന്യൂ ഇയറിന്, അങ്ങനെ 3-4 പാർട്ടായിട്ട് ഇറക്കി. ഇവർക്ക് ഈ ഒറ്റയടിക്ക് ഇറക്കിയിരുന്നെങ്കിൽ നമുക്കൊരു ഹൈപ്പിൽ കണ്ട് ഒരു ദായനെ. ഏകദേശം ഇത് അവരെങ്ങനെ ഇറക്കി 3 പാർട്ടായിട്ട്. ഇപ്പൊ മറ്റേത് കണ്ടാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഫൈനലിലൊക്കെ ഇപ്പോൾ 2ാമത്തെ വോളിയം ഇതാക്കിയപ്പോൾ തന്നെ ഇതായല്ലോ, അല്ല ഇതില്ല. മറ്റേ വോളിയം 1 കണ്ടിട്ട് പിന്നെ 2 ആണ് ഒരു ഇതായിരുന്നു. ഈ 2 എത്തിയപ്പോൾ അവർ ആ പ്രതീക്ഷയൊക്കെ കളഞ്ഞു. പിന്നെ വലിയ ഇതില്ല. പിന്നെ 3ാമത്തെ ഫിനാലിൻ്റെ ആ മൂഡ് അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങ് പോയി. വലിയൊരു ഇതില്ലായിരുന്നു ഹൈപ്പ്. പിന്നെ ഇത് കണ്ടപ്പോൾ 2 മണിക്കൂർ, ഈ 2 മണിക്കൂറാണ് ഫിനാലെ എൻ്റെ വന്നിരിക്കണം. മറ്റേ എൻ്റെ 2 വോളിയത്തിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണാം. ഇത് ഇവിടം വരെ എത്തിയാൽ മാത്രമാണ് പോയി കണ്ടായത്, കാരണം ഇതിനെക്കാട്ടി ബോറായിരിക്കും ആ വീഡിയോ. അപ്പോൾ നിങ്ങളത് അപ്പം നോക്കിയാൽ മതി. അതല്ല ഞാൻ പറഞ്ഞ എന്നുവെച്ചാൽ ഈ വോളിയം 1 അല്ല, വോളിയം 1ൻ്റെ 4ാമത്തെ ഒരു എപ്പിസോഡുണ്ട്. അത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് മേക്ക്. അത് കാണുന്നവർക്കൊരു ഇത്, ഇനി എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ചിട്ട്. വോളിയം 2ൽ അവരൊന്നും കാണിച്ചില്ല ഒന്നുമില്ല. വോളിയം 2 വെറുതെ പണ്ടൊക്കെ കാണിച്ചാൽ ഇവരെ ഉള്ളിൽ പോകണം തിരിച്ചു പറഞ്ഞു ഇത് തന്നെയായിരുന്നു വോളിയം 2. വലിയൊരു ഇതുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വോളിയം 3 2 മണിക്കൂർ ഞാൻ വിളിച്ചു ഒരു 1.5 മണിക്കൂറൊക്കെ കാണും ഫൈറ്റ്. 1.25 മണിക്കൂറൊക്കെ ഫൈറ്റ് ഒക്കെ ആയിരിക്കും, അടിപൊളി ഇതൊക്കെ വിചാരിച്ചു വന്നപ്പം പെട്ടെന്ന് തീർന്നുപോയി. ഒരു മണിക്കൂറിൽ 2.5 മണിക്കൂർ അങ്ങനെ ഉണ്ട്. അല്ല, 1 മണിക്കൂറിൽ ക്ലൈമാക്സ് കഴിഞ്ഞ്. പിന്നെ ആലോചിച്ചാൽ ഈ 1 മണിക്കൂർ ഇവർ എന്താക്കും. പിന്നെ 20 മിനിറ്റ് കൊണ്ട് കാണിക്കേണ്ട സാധനം ഇവർ ആ 1 മണിക്കൂർ എടുത്ത് കാണിച്ചു. അത് കാണിച്ച നല്ലൊരു ഫാൻസിന്റെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം. അത് ഒരു ഇതുണ്ട്, തൃപ്തിയുണ്ട്. ഈ ഫൈനൽ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലോജിക് ഇല്ലാത്തൊരു ഫൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡെമോഗോർഗെ, മറ്റത് ഇത് പറക്കണത്, ഇതൊന്നും ഫൈനൽ വില്ലനെ കൊല്ലുമ്പോൾ വന്നില്ല. അവരൊക്കെ വേറെ എവിടെ പോയിരിക്കണം. അത് മറ്റേ കുട്ടികളെ പിടിച്ചോണ്ടവനൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. മറ്റേ 3 വില്ല് കൊന്നോളും. ഇതിപ്പോ 2-3 ഉണ്ടെങ്കിൽ വില്ല് കൊന്നോണ്ടാണ് വരാത്തെന്ന് വിചാരിക്കുക. ബാക്കി കുട്ടികളെ പിടിച്ചോണ്ടാവും 10-20 എണ്ണം, മറ്റേതിന് 10 എണ്ണം, എല്ലാത്തിനും 10 എണ്ണം ഉണ്ട്. പക്ഷെ ഇവന്റെ ഫൈനൽ വാറിൽ മെയിൻ വില്ലനെ കൊല്ലുമ്പോ അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, പിന്നെ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ നാൻസിന്റെ ഒക്കെ ഒരു സീനുണ്ട്. നാൻസി വെടി വയ്ക്കുമ്പോ 30 സെക്കൻഡിൽ എങ്ങനെ ബാക്കിലോട്ട് ഓടുമ്പോ മറ്റൊരു എത്രയോ എവറസ്റ്റ് പോലത്തെ ഒരു മലേന്റെ ഓല പെട്ടെന്ന് എത്തി. പിന്നെ അങ്ങനെ ഒരു കുറെ സാധനം. പിന്നെ ഗ്രാഫിക്സും VFX ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇതേ സെയിം ഗ്രാഫിക്സ് ഒക്കെ ഉള്ള വേറെ സാധനങ്ങളുണ്ട്. അല്ലാതെ ഇതിന് മാത്രം ഭയങ്കര പൈസ കൂട്ടി ഇങ്ങനെ എടുത്തൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം ഇതിനെക്കാട്ടി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഭിനയം, പിന്നെ ഇത് എത്ര ആൾക്കാർ പറഞ്ഞ് ആരെങ്കിലും ചാവും എന്നൊക്കെ പറഞ്ഞ് സ്റ്റീവ് ചാവണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സീനെ കിട്ടില്ലായിരുന്നു കേട്ടോ. സ്റ്റീവിനെ ഇങ്ങനെ വീഴാൻ പോയപ്പോൾ അപ്പം മാത്രമാണ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനായിലുള്ളത്. ബാക്കിയൊക്കെ ഒരു ആവറേജ് സാധാ. ഇവർ മറ്റേ ചില സീനിലൊക്കെ ഫൈറ്റ് ആണ് ഇതിനെക്കാട്ടി അടിപൊളി സാധനം. ആ വില്ലിന്റെ ഒക്കെ ഒരു സീനൊക്കെ ഈ ഫിനാലിനെക്കാട്ടി അടിപൊളി. അതൊക്കെ ഇവിടെ വെച്ചിരുന്നെങ്കിൽ, ഫിനാലയിൽ കാണിച്ചിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഇത് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇവർ 3 പാർട്ടാക്കി എന്തിനാണ്? ഈ നെറ്റ്ഫ്ലിക്സ് ആണ് ഫസ്റ്റ് ഒക്കെ ഇറക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് കാണാൻ പറയണം. ഇവരിപ്പോൾ 3 പാർട്ടാക്കി ഇറക്കി. ഇവര് മാർക്കറ്റിംഗ് എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ്. ഞാൻ ഈ സീസൺ മൊത്തമല്ല, സ്ട്രേഞ്ചർ തിങ്സ് മൊത്തം ഞാൻ കൊടുക്കണ റേറ്റിംഗ്, ആ സീരീസ് മൊത്തം ഞാൻ കൊടുക്കണ റേറ്റിംഗ് 9. 10 ഒന്നും കൊടുക്കാനല്ല, 9. കാരണം അത് അതിനുള്ളതുണ്ട്. കാരണം ഫൈനൽ ഇങ്ങനെയാണെന്ന് വെച്ച് ബാക്കി ഇങ്ങനെയാണെന്നില്ല. കാരണം സീസൺ 4 അത് പറഞ്ഞാണ് സീസൺ 4ന്റെ ലാസ്റ്റ് ഈ കുറെ മറ്റേ മേഘത്തിന്റെ ഇടയിൽ ഈ സാധനമൊക്കെ കാണിച്ച് അതൊന്നും 5ൽ വന്നില്ല. 5ൽ കുറച്ചുകൂടെ കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും, കുറച്ചുകൂടെ ടൈം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കണം. എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല. ഇത്രയൊക്കെ പറയാനുള്ളത്. വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ പെട്ടില്ലെന്ന് ചോദിച്ചാൽ പെട്ടില്ല. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്യണ്ട, ലൈക്ക് ചെയ്തോ. പിന്നെ അത്രേ ഉള്ളൂ.